ആയിട്ട് കുറച്ച് ഫുഡും കൂടെ കൊടുക്കണമായിരുന്നെന്ന് ഞങ്ങൾ പറയുന്നു. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഗംഭീരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെല്ലാം ഭയങ്കര ത്രില്ലിങ്ങിലാണ്. ഇന്ന് തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കൊല്ലത്ത് അടിച്ചു പൊളിക്കുകയല്ലേ, സൂപ്പറായിരുന്നു. ഇന്ന് 8-ാം തീയതി ഉച്ചയോടുകൂടി അങ്ങനെ കൊല്ലത്തിന്റെ ഉത്സവം അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കലാപ്രതിഭകളുടെ എല്ലാ കലാപ്രകടനങ്ങളും അവസാനിച്ച് കൊല്ലത്ത് നിന്നും കലോത്സവം വിട പറയുകയാണ്. ആ ഒരു അവസരത്തിൽ എന്തായാലും ഇത്രയും ദിവസം ഒരു 5 ദിവസം അടിച്ചു പൊളിച്ച് കലോത്സവം വന്നതല്ലേ, ഈ കാണികളുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. അങ്ങനെ മൊത്തത്തിൽ കലാപ്രതിഭകളെ കൊണ്ട് ആവേശം പകരുന്ന ഒരു കാലാവസ്ഥ കഴിഞ്ഞുപോയി. നമ്മളുടെ കൊല്ലം ജില്ലയിൽ നിന്നും അത് കഴിഞ്ഞു പോയിരിക്കുകയാണ്. വളരെ വലിയൊരു ഉത്സവമാണ് നമുക്ക് പകർന്നു തന്ന 5 ദിന രാത്രികൾ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. കൊല്ലംകാരിക്ക് ഭയങ്കര ഒരു ട്രീറ്റാണ് ഈ പരിപാടി. കാരണം 16 കൊല്ലങ്ങൾക്ക് ശേഷം കലോത്സവം വീണ്ടും എത്തിയിരിക്കുകയാണ്. ആവേശമാണ്. കാരണം ഡിഫറെൻറ്റ് കലാരൂപങ്ങൾ കാണാൻ, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം കൊല്ലംകാർക്ക് കിട്ടിയത് വളരെ വളരെ സന്തോഷമുണ്ട്. അതിന് സർക്കാരിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത്തവണ കൊല്ലത്ത് കൊണ്ടുവന്നതിന് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. നല്ല കലാപ്രതിഭകളെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ കാണാൻ കഴിയുക എന്നുള്ളത്. നല്ല ടാലൻ്റുള്ള കുട്ടികളാണ് കൂടുതലെല്ലാവരും. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. കൊല്ലത്ത് ഇങ്ങനെ നല്ലൊരു ട്രീറ്റ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. കലാപ്രകടനങ്ങൾ കൊണ്ട് നമ്മളെ കാണികളെ, അതായത് കൊല്ലം ജില്ലയെ മുഴുവൻ അല്ലെങ്കിൽ കേരളത്തെ മുഴുവൻ ഇളക്കി മറിച്ച ഒരു 5 ദിന രാത്രികളാണ് കഴിഞ്ഞു പോയത്. അത്തരത്തിൽ ആ ഒരു കൊല്ലത്ത് വെച്ച് ഈ ഒരു വട്ടം കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു കാണി എന്ന നിലയിൽ? ഞങ്ങൾ ഗവൺമെൻറ് LPS വരവിള സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഞങ്ങൾ അവസാന ദിവസമായിട്ടൊന്ന് ഇന്നാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ആദ്യം ഈ മെയിൻ സ്റ്റേജിൽ എത്തിയിട്ടേ ഉള്ളൂ. എന്തായാലും കണ്ട് എല്ലാ വേദികളൊന്നും ആസ്വദിക്കണം, അതിനായിട്ട് എത്തിയത്. ഈ വട്ടം 15 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് വീണ്ടും സംസ്ഥാന കലോത്സവം അരങ്ങേറിയത്. ആ ഒരു വേളയിൽ എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവം? വളരെ ഗംഭീരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ സദസ്സ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എല്ലാവരും വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഉച്ചയോടെ കലോത്സവം അവസാനിച്ചു. ഇനി എന്തായാലും ഉച്ച കഴിഞ്ഞ് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂക്കയൊക്കെ വരും. അപ്പോൾ എന്തായാലും കൊല്ലത്ത് നിന്നും ഒരു ഉത്സവാന്തരീക്ഷം വിട പറഞ്ഞു. അതാണ് സത്യം പറഞ്ഞാൽ പറയാനുള്ളത്. അപ്പം ആ ഒരു അവസരത്തിൽ നമ്മുടെ കലോത്സവത്തെക്കുറിച്ചുള്ള ഇത്രയും നാൾ അല്ലെങ്കിൽ ഈ 5 ദിവസം നടന്ന അനുഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ 5 ദിവസം എന്ന് പറയുന്ന ഈ കലോത്സവം നമുക്ക് ദേശീയ നാടിൻ്റെ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് തീർച്ചയായിട്ടും ഉള്ളത്. കാര്യം വേറിട്ട കലാരൂപങ്ങളും എല്ലാം നമുക്ക് ഈ പുതുതലമുറയ്ക്ക് കാണാനും അതിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനും പറ്റിയൊരു നല്ലൊരു അവസരമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കൊല്ലത്തിന് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അതിലൊരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്തൊന്നും കൊച്ചായിരുന്നപ്പോഴായിരുന്നു ഇവിടെ കലോത്സവം വന്നത്. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. ദേവഗംഗ. കാർത്തിക. എന്താ പറയുക? നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. 5 ദിവസം കൊല്ലത്തിന് ഭയങ്കര ഒരു ഉത്സവ ഫീലിങ്സ് ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഉച്ചകൊണ്ട് കലോത്സവം അവസാനിച്ചു. ഇനിയുള്ളത് സമാപന സമ്മേളനമാണ്. അപ്പം എന്തായാലും 5 ദിവസം പൊടി പൊടിച്ചു കൊല്ലം ഈ കലോത്സവം കൊണ്ട്. അപ്പം ആ ഒരു അനുഭവം എന്താണ് പറയാനുള്ളത്? മൊത്തം പന്തലിടണമായിരുന്നു, അതാണ് പറയാനുള്ളത്. പിന്നെ തണ്ണിമത്തം തീർന്നു പോയി, അത് ഇച്ചിരിയും കൂടെ വേണമായിരുന്നു. ഫ്രീ ആയിട്ട് കുറച്ച് ഫുഡും കൂടെ കൊടുക്കണമായിരുന്നെന്ന് ഞങ്ങൾ പറയുന്നു. അത് ശരിയാ, ഫുഡൊക്കെ വേണമായിരുന്നു. ഫുഡ് കലോത്സവ വേദിയെ കുറിച്ച് അല്ലെങ്കിൽ ഇതുവരെ നടന്ന കലോത്സവത്തെ കുറിച്ചുള്ള അഭിപ്രായം? കലോത്സവം അടിപൊളിയാണ്. നല്ല രസമുണ്ട്, നല്ല ആൾക്കാരും ആംബിയൻസും എല്ലാം കൊള്ളാം. എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട് ഭയങ്കര രസമുണ്ട്. ഈ ഒരു ഉച്ചയോടുകൂടി നമ്മളുടെ കൊല്ലത്തിന്റെ കലാമാമാങ്കം ഇവിടെ അവസാനിച്ചു. ആ ഒരു വേളയിൽ ഈ ഒരു കലോത്സവത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ? നല്ലൊരു ഇത്രയും നമ്മുടെ നാട്ടിലെ ഒരു എന്തു പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം അല്ലയോ. ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെല്ലാം ഭയങ്കര ത്രില്ലിങ്ങിലാണ്. എല്ലാ ദിവസവും ഞങ്ങളിവിടെ എത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവമല്ലയോ, വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം. വളരെ സന്തോഷം. വളരെ നന്നായിട്ട് തന്നെ കലോത്സവം എല്ലാ രീതിയിലും എല്ലാ ദിവസവും നടത്തപ്പെട്ടു. എല്ലാ കാര്യത്തിലും ഒരു പരാതിയും കൂടാതെ നന്നായിട്ട് തന്നെ കലോത്സവം നടന്നു. എൻ്റെ സന്തോഷം. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. ഇതിനിടയിൽ നമ്മുടെ കലോത്സവത്തിൻ്റെ ഡ്യൂട്ടിയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ ഇവിടുത്തെ സോപാനം ഓഡിറ്റോറിയത്തിലും അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുമായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഭംഗിയാർന്ന ചിട്ടയോടുകൂടി അവതരിപ്പിക്കുന്ന പരിപാടികളോടൊപ്പം തന്നെ സംഘാടനം അതെടുത്തു പറയേണ്ടതാണ്. വരുന്ന ആളുകൾക്കോ കലാകാരന്മാർക്കോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ വേദികളിലും
കൃത്യമായിട്ട് എത്തുന്നതിനും പരിപാടികൾ സമയബന്ധിതമായി അവസാനിപ്പിക്കുന്നതിനൊക്കെ കഴിയുന്നുണ്ട്. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴയും ഞങ്ങളുടെ വേദിയിലുണ്ടായ ചെറിയൊരു അപകടവും ഒരു കാലതാമസം ഉണ്ടാക്കിയെങ്കിൽ പോലും പരിപാടി കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. തന്നെയല്ല ഇവിടുത്തെ ജനാവലിയുടെ ഒരു പങ്കാളിത്തം അത് എടുത്തു പറയണം. ഇതിനു മുമ്പ് കോട്ടയം സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടത്തേക്കാൾ ഒരു മികച്ച സംഘാടനവും പങ്കാളിത്തം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ സന്തോഷം, അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ സന്തോഷം. മക്കളെ, അങ്ങനെ നമ്മളുടെ കലോത്സവം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി കലോത്സവം അവസാനിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ 5 ദിവസത്തെ കൊല്ലത്ത് അരങ്ങേറിയ കലോത്സവം? സൂപ്പറായിരുന്നു, വളരെ നന്നായിരുന്നു, പെർഫെക്റ്റ്. കൊള്ളായിരുന്നു. ഇഷ്ടംപോലെ കലാരൂപങ്ങളൊക്കെ ഇതുവരെ കാണാത്തതൊക്കെ കാണാൻ പറ്റിയോ? അതെ, എൻ്റെ അധ്യയന ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഇതാണ് ഞാൻ പങ്കെടുക്കുന്നത്. പിന്നെ അതേപോലെ ഫുഡ് കമ്മിറ്റിയിൽ ഞങ്ങൾക്കെല്ലാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പരിപാടികളും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. ഇവിടെ എല്ലാ ദിവസവും ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഇന്ന് തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ടായി പറഞ്ഞ പോലെ ജീവിതത്തിൽ സ്റ്റേറ്റ് നമ്മുടെ ഇവിടെ വരെ വന്നിട്ട് കുറേ കാലമായല്ലോ. അപ്പം ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. 2008 ഇവിടെ വന്നത്, അപ്പം പിന്നെ 23 ആയില്ലേ. ഇനി 14 വർഷം കഴിഞ്ഞല്ലേ കാണാം. ചിലപ്പോൾ ഞങ്ങൾ സർവീസിൽ കാണത്തില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങ് ആഘോഷിച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികളെ എല്ലാവർക്കും ഒരുമിച്ച് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് ഉറക്കെ പറയാമോ? എത്രത്തോളം ഊർജ്ജത്തിൽ പറ്റും അത്രത്തോളം ഊർജ്ജത്തിൽ എന്ന് പറഞ്ഞേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൊല്ലത്തരങ്ങേറി സംസ്ഥാന സ്കൂൾ കലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു? കൊല്ലത്ത് അടിച്ചു പൊളിക്കുകയല്ലേ. പിന്നെ കാര്യം 14 വർഷത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു കലോത്സവം തന്നെ. പിന്നെ ഏഷ്യയിലെ വലിയ കലോത്സവമാണല്ലോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംസ്ഥാന കലോത്സവം കാണുന്നത്? ആദ്യമായിട്ടാണ്. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അപ്പോൾ ഈ കലോത്സവ വേദിയും കാര്യങ്ങളും ഈ ഓരോ ഐറ്റങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു. നല്ല ആ നടത്തിപ്പും എല്ലാം നല്ല ഇതായിരുന്നു. കാര്യം പരാതികൾ വളരെ കുറവായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും കൊല്ലക്കാർ നല്ല രീതിയിൽ സഹകരിച്ചിരിക്കാനുള്ളൂ. എല്ലാ കാര്യത്തിലും കാര്യം ഏത് രീതിയിലും കൊല്ലക്കാർ നല്ല രീതിയിൽ സഹകരിച്ചിട്ട് പോയോ. തുടർന്നും ഇങ്ങനെ തന്നെ ഏത് ജില്ലയിലായാലും ഇങ്ങനെ തന്നെ ഓട്ടം വിചാരിക്കുക. നമ്മുടെ കൊല്ലത്തരങ്ങേറി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. തുടക്കം ഫസ്റ്റ് എനിക്ക് IT സെക്ഷനിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നാണ് ആക്ച്വലി എനിക്ക് പ്രോഗ്രാം കാണാൻ പറ്റിയത്. വളരെ മനോഹരമായിട്ട് നല്ല കോർഡിനേഷനോടുകൂടി പോകുന്നു. വളരെ മനോഹരമായിരിക്കും. വെൽ ഓർഗനൈസ്ഡ്. താങ്ക് യു. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ BYS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരിക. എങ്ങനെ ഉണ്ടായിരുന്നു ഈ 5 ദിവസമായിട്ട് നമ്മളുടെ ഈ കൊല്ലത്തിന്റെ മണ്ണിൽ അരങ്ങേറിയ സംസ്ഥാന സ്കൂൾ കലോത്സവം? എല്ലാം വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ കുറച്ച് പ്രോഗ്രാമൊക്കെ കണ്ടു. അടിപൊളിയാണ്. അത് വെച്ചിട്ട് ഈ ഒരു ഉത്സവം അപ്പം മൊത്തത്തിൽ എൻജോയ് ചെയ്തു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു വേളയിലെങ്കിൽ പിന്നെ നമുക്ക് 15 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് വീണ്ടും വന്നിരിക്കുകയാണ് കലോത്സവം. അപ്പൊ കൊല്ലത്തിനൊരു താങ്ക്സ് പറഞ്ഞാലോ? നമുക്ക് കൊല്ലത്തിനൊരു താങ്ക്സ് പറയാം. അപ്പൊ എല്ലാവരും ഉറക്കെ താങ്ക് യു കൊല്ലം ഫോർ ദിസ് എന്ന് പറയാമോ? ഫുൾ സ്റ്റാമിന എടുത്ത് പറയണം കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. താങ്ക് യു കൊല്ലം ഫോർ ദിസ്. എവിടുന്നാ വരുന്നേ? കൊല്ലം SNDS സ്കൂളിലെ ടീച്ചേഴ്സ്. എങ്ങനെയുണ്ടായിരുന്നു കാണികൾക്ക് എല്ലാവർക്കും കൊല്ലത്തിന് ആവേശം പകർന്ന 5 ദിന രാത്രികൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പൂരത്തിൻ്റെ ആവേശം തന്നെയായിരുന്നു. ആൾക്കാർക്കെല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വട്ടം 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊല്ലത്തരങ്ങേറിയ സംസ്ഥാന സ്കൂൾ കലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല അഭിപ്രായമാണ്. വളരെ സന്തോഷത്തോടെ എല്ലാവരും ആസ്വദിച്ചു. നമ്മുടെ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും പേരൻസും ഒക്കെ വളരെ സന്തോഷത്തോടെ നമ്മുടെ നാട്ടിലെ ഈ ഒരു ആവേശപൂരം തന്നെയായിരുന്നു. ഇനി കേരളത്തിന് ഇതുപോലെ ഊർജം പകർന്ന ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്ത വർഷം വരെ നമുക്ക് കാത്തിരിക്കാം. കൊട്ടാരക്കര മീഡിയയ്ക്കൊപ്പം ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം മുസമില.